പശ്ചിമേഷ്യയെ വീണ്ടും സംഘർഷഭരിതമാക്കി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഈജിപ്തിനും സൗദി അറേബ്യയ്ക്കും ശേഷം മേഖലയിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രങ്ങളിലൊന്നായി ഇറാൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ അതിനെ ഒരു ഭീഷണിയായി തന്നെയാണ് കാണുന്നതും. ഇറാന്റെ ആണവ പദ്ധതികൾ, സിറിയ, ലബനൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക ഇടപെടലുകൾ എന്നിവയെല്ലാം തന്നെ ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവനകൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഇറാനെതിരായ ഏതൊരു ആക്രമണത്തിനും ഇസ്രായേലിന് ആരുടെയും സഹായം ആവശ്യമില്ലെന്നാണ് നെതന്യാഹു ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും നിർവീര്യമാക്കാൻ തങ്ങൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയത്തിൽ അമേരിക്കയുടെ പിന്തുണ എന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തിരുന്നു. ഈ പ്രസ്താവനകൾ ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികളെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ്.